മലയാളത്തിൽ ഒരു ചെറുപ്പക്കാരന്റെ പാട്ട് പാഠപുസ്തകത്തിലേക്ക് കയറി വരുന്നത് ഇവിടെയുള്ള ചില സംഹിതകളോടുള്ള സമരത്തിന്റെ ഭാഗമാണ്. അവിടെയാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയും ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ രത്നമായി ഉയർത്തിക്കൊണ്ടുവന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ആ ചെറുപ്പക്കാരൻ വായിക്കട്ടെ. ആ ചെറുപ്പക്കാരന് വേണ്ടി മണിക്കൂറുകളോളം വന്ന് കാത്തു നിൽക്കുന്നവർ വായിക്കട്ടെ. കേവലം ഒരു പാട്ടുകൊണ്ട് തൻ്റെ നിറത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ആ ചെറുപ്പക്കാരൻ പാടുന്നതെങ്കിൽ സൗന്ദര്യത്തിന്റെ പര്യായമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ സുന്ദരനായ ഒരു സ്വഹാബി ഇബ്നു സൗദാ കറുമ്പിയുടെ മോനെ എന്ന് വിളിച്ചു. കറുമ്പി എന്ന പദത്തിന് വർത്തമാനകാലത്തെ സംഗീതത്തിൽ പ്രാധാന്യം വന്നത് ഈ ചെറുപ്പക്കാരൻ വന്നപ്പോഴാണ്. എന്നാൽ അന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് മണ്ണിലേക്ക് ചവിട്ടി തേച്ച് ലോക മീമാംസയിൽ നിന്ന് മാറ്റിവെച്ചു. കറുമ്പിയുടെ മോനെ എന്ന് വിളിച്ച സുന്ദരനായ സ്വഹാബിയോട് പറഞ്ഞു, നിന്നെ അല്ലയോ പ്രിയപ്പെട്ട കൂട്ടുകാരാ, വിവരമില്ലാത്ത കാലത്തെ ജാഹിലിയ്യത്തിന്റെ ശകലം ബാക്കിയായിട്ടുണ്ടോ നിങ്ങളിൽ? ഒരു സംസ്കൃത സമൂഹത്തിൽ ഇതുണ്ടാവാൻ പാടില്ല. സംസ്കൃത സമൂഹത്തിലെ ഒരാൾ കറുത്തവന്റെ മകനെ കറുമ്പിയുടെ മോനെ എന്ന് വിളിച്ച് ആക്ഷേപിക്കില്ല. ഇവിടെ നിറമല്ല വലുത്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ ഉള്ളിലുള്ള മൂല്യമാണ് വലുത്. ആ മൂല്യങ്ങൾക്ക് വേണ്ടി കാത്തുനിന്നു. ഇസ്ലാം മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയല്ല, ഇസ്ലാം മൂല്യങ്ങൾക്ക് വേണ്ടി പ്രയോഗവൽക്കരണം നടത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇസ്ലാമിക ലോകത്തെ അറിയപ്പെട്ട ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, ഒരുപാട് മഹത്തുക്കളുണ്ട്. അവരുടെ എല്ലാവരുടെയും മുമ്പിൽ ഭരണാധികാരികൾ അടക്കം വന്ന് ക്യൂ നിൽക്കുകയാണ്. അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു, അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു മക്കയിലെ ഒരു വീട്ടിലെ അടിമയായിരുന്നു. ശരീരത്ത് 4 or 5 ന്യൂനതകളുള്ള ആളായിരുന്നു. മര്യാദക്കുള്ള ഒരു കുപ്പായം പോലുമില്ല, കോട്ടിയുണ്ടാക്കിയ ഒരു ചെരുപ്പേ ഉള്ളൂ. ആ പാവപ്പെട്ട അടിമയായ അതാ ഇബ്നു അബി റബാഹ് എന്ന് പറയുന്ന അറബ് വീട്ടിലെ അടിമ അറിവ് നേടി പണ്ഡിതനായപ്പോൾ അന്നത്തെ മുഴുവൻ ആളുകളും ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു, ഹജ്ജ് വേളയിൽ അതാ ഇബ്നു അബി റബാഹ് അല്ലാതെ ഫത്വ കൊടുക്കാൻ പാടില്ല. ഹജ്ജ് വേളയിൽ അതാ ഇബ്നു അബി റബാഹെ ഫത്വ കൊടുക്കാൻ പാടുള്ളൂ, വേറെ ആരും ഫത്വ കൊടുക്കരുത്. അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു ഒരു ഉന്നത കുലജാതനല്ല, ഒരു ആഫ്രിക്കൻ അടിമയാണ്. അറബ് ലോകത്തെ ഒരു വീട്ടിൽ, ഒരു അറബി ഉമ്മയുടെ വീട്ടിൽ ജോലിക്കാരനാണ്. പള്ളിയിൽ വന്ന് ഓതി പഠിച്ചു, നല്ല ആലിമായി ഉയർന്നു വന്നു, പണ്ഡിതനായി. ഭരണാധികാരി വന്ന് കവാടത്തിൽ ക്യൂ നിൽക്കുകയാണ്. ഭരണാധികാരി ആ പണ്ഡിതന്റെ അറിവിനെ ആദരിക്കുകയാണ്. ഫത്വയ്ക്ക് വേണ്ടി നീണ്ട ക്യൂ ആണ്. കീറിപ്പറിഞ്ഞ കുപ്പായവും കേടുവന്ന ചെരുപ്പമിട്ട് പാവപ്പെട്ട ഒരു മനുഷ്യൻ വന്ന് കയറുമ്പോൾ ഇത്രയേറെ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ഭരണാധികാരിയുടെ മക്കൾ ചോദിച്ചു, അല്ല വാപ്പാ, നിങ്ങളാണോ ഭരണാധികാരി? ആയിരിക്കണ ആളാണോ? മോനെ, അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് ഞാനാണെങ്കിലും മൂല്യത്തിൽ അതാണ് ഭരണാധികാരി. കാരണം അറിവ് അദ്ദേഹത്തിന്റെ കയ്യിലാണ്. അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ പണ്ഡിതൻ, താബിഈങ്ങളിൽപ്പെട്ട മഹാൻ, മക്കയിൽ ഇരുന്നുകൊണ്ട് ലോകത്തിന് മുഴുവനും ഫത്വ നൽകി. ലോകത്തുനിന്ന് വരുന്ന മുഴുവൻ ആളുകൾക്കും മതവിധിയുടെ ദിശ കാണിച്ചു കൊടുത്തു. അവിടെ ഒരു വർഗ വ്യത്യാസമില്ല, വർണ്ണ വ്യത്യാസമില്ല. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങൾ ഇസ്ലാമികമായ മൂല്യങ്ങളുടെ തലസ്ഥാനമാക്കിയ കഅബാലയത്തിന്റെ ചാരത്ത് ഒരു കാലഘട്ടത്തിൽ ഫത്വ കൊടുക്കാൻ ഏറ്റവും ശബ്ദമുള്ള പണ്ഡിതൻ ഒരടിമയായിരുന്ന നീഗ്രോ വർഗത്തിൽപ്പെട്ട, സൗന്ദര്യമില്ലാതിരുന്ന, കണ്ണിന് ചെറിയ ഒരു ഭാവവ്യത്യാസമുണ്ടായിരുന്ന, നടപ്പിൽ ചെറിയൊരു സ്റ്റെപ്പ് വ്യത്യാസമുണ്ടായിരുന്ന സയ്യിദുനാ അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു ആണ്. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെച്ച മൂല്യം. സമാനമായ ഒരു മൂല്യം അവതരിപ്പിക്കാൻ ലോകത്തൊരു സംഹിതയ്ക്കും കഴിയില്ല. അതുകൊണ്ട് പ്രത്യയശാസ്ത്രപരമായി ലോകത്തോട് സംസാരിക്കേണ്ട കാലമാണ്. ഇസ്ലാം, നമ്മൾ വിചാരിക്കും ഫലസ്തീനിൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നു,
ഇറാനിൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നു, ഇറാഖിൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു, സിറിയയിൽ മുസ്ലിങ്ങൾ അനാഥരായി, ലിബിയയിൽ മുസ്ലിങ്ങൾ ഭരണാധികാരി ഇല്ലായ്മ ചെയ്യപ്പെട്ടു. എല്ലായിടത്തും പ്രശ്നമാണല്ലോ, എല്ലായിടത്തും പ്രശ്നമല്ല. ഇസ്ലാം എന്ന മൂല്യമുള്ള ഒരു പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ ലോകത്ത് ചില കശ്മലന്മാർ ശ്രമിക്കുന്നു. നമ്മളുടെ കയ്യിലുള്ള ആദർശത്തിന്റെ മൂല്യമാണത് എന്ന് ഇസ്സത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇന്ത്യൻ കോടതികളിൽ പോലും ഇസ്ലാമിക ശരിയ ചർച്ചയ്ക്ക് വരുന്നത്? വേറൊന്നുമല്ല, ഇസ്ലാമിന് എല്ലാത്തിനെ കുറിച്ചും കൃത്യമായ വീക്ഷണമുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ കോടതിയിൽ മുസ്ലിം സ്ത്രീകളുടെ തലാഖിനെ കുറിച്ച് മാത്രം ചർച്ച വന്നത്? ഇസ്ലാമിന് കൃത്യമായ ഒരു കർമ്മശാസ്ത്രമുള്ളത് കൊണ്ട്. എന്തുകൊണ്ടാണ് ലോകത്ത് മുഴുവനും ഇസ്ലാമിക ശിക്ഷാവിധിയെ കുറിച്ച് ചർച്ച വരുന്നത്? ഇസ്ലാമിനൊരു ക്രിമിനോളജി ഉള്ളത് കൊണ്ട്. എന്തുകൊണ്ടാണ് ലോകത്ത് മുഴുവനും ഇസ്ലാമിക് എക്കോണമി വേണമെന്ന് പറയുന്നത്? ഇസ്ലാമിനൊരു എക്കണോമിക് സിസ്റ്റം ഉള്ളത് കൊണ്ട്, ഇസ്ലാമിനൊരു അഡ്മിനിസ്ട്രേഷൻ സംവിധാനമുള്ളത് കൊണ്ട്. അങ്ങനെ ഇസ്ലാം സമ്പൂർണമായ ഒരു മതമാണ്. ആ ഇസ്ലാമിന്റെ അടിസ്ഥാന ശിലയാണ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്നത് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു കൽപ്പിക്കുന്നത് നീതിനിഷ്ഠമായ ഒരു സമൂഹഘടനയാണ്, നന്മയിലൂടെ നിങ്ങൾ വർത്തിക്കണമെന്നാണ്. അതുകൊണ്ട് മഹാനരായ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ഈ മഹത്തായ മദ്ഹർ ഉണ്ടാക്കിയത് ലോകത്തെ ഏറ്റവും വലിയ മൂല്യത്തെ ലോകത്തേക്ക് ഉയർത്തി കാണിക്കാൻ. അതാണ് അൽ ഇസ്ലാം. ലോകത്തെ ഏറ്റവും മൂല്യമുള്ള നേതാവിനെ ഉയർത്തി കാണിക്കാൻ. അതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരുണ പറയും പോലെ, വിടുതി പറയും പോലെ, റഅഫത്ത് പറയും പോലെ, റഹ്മത്ത് പറയും പോലെ ലോകത്തെ മൂല്യങ്ങളെ കുറിച്ച് പറയാൻ പറ്റുന്ന വേറെ ഒരു നേതാവുമില്ല. പ്രിയമുള്ളവരെ, 2-3 വർത്തമാനങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉസ്താദുമാരിനെയും സംസാരിക്കാനുണ്ട്, സ്വലാത്തും ദുആഉം ഒക്കെ നടക്കാനുണ്ട്. നമുക്ക് രക്ഷ നേടണമെങ്കിൽ ഇത്തഖുല്ലാഹ്, നമ്മൾ ഈ കെടുതിയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അതിജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്. മുഅ്മിനീങ്ങളെ, എല്ലാ വെള്ളിയാഴ്ചയും പ്രത്യേകമായ ചിട്ടയോടെ ഒരു പ്രദേശത്തുള്ള മുഴുവൻ മുസ്ലിം വിശ്വാസി പുരുഷന്മാരെയും പള്ളിയിൽ വിളിച്ചു കൂട്ടിയിട്ട് ഔദ്യോഗികമായി ഒരു പ്രഖ്യാപനം നടത്തുന്നു. ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളെ നിങ്ങൾ പാലിച്ചു ജീവിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ക്ഷേമമുണ്ട്. ഇതിനപ്പുറത്ത് ധന്യമായ ഒരു ജീവിതമുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴാണോ തഖ്വയിലേക്ക് വരുന്നത്, അള്ളാഹുവിനോടുള്ള മഹബത്തിലേക്ക് വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിലേക്ക് വരുന്നത്, അവിടെ നമുക്കെല്ലാവർക്കും വിജയിക്കാൻ പറ്റും. അല്ലാഹു തആല നമ്മേവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും അറിയുന്ന ഒരൊറ്റ പരാമർശം നടത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു സ്വഹാബി വന്നിട്ട് ചോദിക്കുന്നു, നബിയേ മതസ്സാഅതു യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, ഖിയാമത്ത് നാൾ എപ്പോഴാ? നമുക്കിപ്പോൾ ഖിയാമത്ത് നാളാണ്, ഇന്ന് ഖിയാമത്ത് നാളാണെന്ന് ഞാൻ പ്രസംഗിച്ചാൽ ഈ പ്രസംഗം ഏറ്റവും വൈറലാവും. അമ്മക്കങ്ങൾ ഖിയാമത്ത് നാളായിക്കൂടാതെ വയ്യാന്നുള്ള അവസ്ഥയിലാണ്. മഹദി ഇമാം അപ്പുറത്ത് നിൽക്കണമെന്ന് പറഞ്ഞാൽ വലിയ സംഭവമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടെ ഒരു കറക്ഷൻ നടത്തുന്നുണ്ട്. എപ്പോഴാണ് ഖിയാമത്ത് നാളെ എന്ന് ചോദിച്ച ചോദ്യകർത്താവിനോട് ചോദിച്ചു, ഫമാദാ അഅദത്ത ലഹാ, ഖിയാമത്ത് നാൾ എന്നോ ആയിക്കോട്ടെ, നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഖിയാമത്ത് നാൾ ഇന്നാവട്ടെ, നാളെ ആവട്ടെ, എന്നാവട്ടെ, ഞാൻ ആലോചിക്കേണ്ടത് അന്ന് രക്ഷപ്പെടാൻ എൻ്റെ കയ്യിൽ എന്തുണ്ട് എന്നല്ലേ. അതുകൊണ്ട് മോനെ, എന്താണ് നിന്റെ പക്കലുള്ളത്? അപ്പോൾ മഹാനരായ സ്വഹാബി പറഞ്ഞു, എൻ്റെ പക്കൽ ഒന്നുമില്ല, എൻ്റെ കയ്യിലാകെ പ്രതീക്ഷയുള്ളത് അല്ലാഹുവിൻ്റെ ഹബീബ് തങ്ങളെ അവിടത്തോടുള്ള ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതുതന്നെയാണ് വേണ്ടത്, അതുതന്നെയാണ് മോനെ വേണ്ടത്. അൽ മർഉ മഅ മൻ അഹബ്ബ ഔ അൻത മഅ മൻ അഹബബ്ത,
നിന്റെ കൃത്യമായ വീക്ഷണം ശരിയാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞ് ഇഷ്ടം വെച്ച് അകമറിഞ്ഞ് മഹബത്ത് വെച്ച് അള്ളാഹുവിൻ്റെ ഹബീബിലേക്ക് ചേർന്നോ, അതുതന്നെയാണ് ഏറ്റവും വലിയ കരുതൽ. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഖൽബിൽ മഹബത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ഖ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിറച്ചു തരണേ അല്ലാഹ്. അവസാനം അവിടുത്തെ ചിരിക്കുന്ന തിരുമുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്ന മരണം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം അല്ലാഹ്. ഒരുപാട് ആളുകൾ ഈ മജ്ലിസിൽ സന്നിഹിതരായും വിദൂരങ്ങളിലിരുന്ന് ലൈവായി കേട്ടുകൊണ്ടും ഈ മജ്ലിസിന്റെ ഭാഗമാകുന്നുണ്ട്. എല്ലാവർക്കും നീ എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകണം അല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ വരുന്ന റബീഉൽ അവ്വൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500ാമത്തെ മീലാദ് ഉൾക്കൊള്ളുന്ന റബീഉൽ അവ്വലാണ്. ഈ വരുന്ന റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500ാമത്തെ ജന്മദിനമാണ്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലോകത്തേക്ക് കൂടുതൽ വിളിച്ചു പറയണം. അവിടുത്തെ സന്ദേശം ലോകത്ത് മുഴുവനും എത്തിക്കണം. അതിനേറ്റവും കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി നമ്മളെല്ലാവരും ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിക്കേണ്ട ഒരു വർഷമാണ് നമ്മളിലേക്ക് വരുന്നത്. ഹിജറ 1447 അടുത്ത ദിവസം നമ്മൾ പ്രവേശിക്കുകയാണ്. 1500ാം മീലാദ് ഉൾക്കൊള്ളുന്ന വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്ത് മുഴുവനും നമുക്ക് ആഘോഷിക്കാവുന്നിടത്തോളം ആഘോഷിക്കണം, ലോകത്ത് മുഴുവനും കൊണ്ടാടണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ ദക്ഷിണ കേരളത്തിൽ ഖാദിസിയയ്ക്ക് കീഴിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാൻ വേണ്ടി മാത്രമുണ്ടാക്കിയ ത്വയ്ബ സെന്റർ എന്ന മഹത്തായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാനുള്ള കേന്ദ്രമുണ്ട്. അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 30, 31 തീയതികളിൽ നിരവധി രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സീറ പണ്ഡിതന്മാരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു അന്താരാഷ്ട്ര സീറ സമ്മേളനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിജയത്തിനു വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അതുപോലെ എല്ലാവിധ പിന്തുണയും നിങ്ങൾ നൽകണം. നിങ്ങളെല്ലാ കഴിയുന്ന ആളുകളൊക്കെ ആ ദിവസങ്ങളിൽ അവിടുന്ന് ഇങ്ങോട്ട് ഞങ്ങൾ പരിപാടികൾക്കൊക്കെ വരാറുണ്ട്. നിങ്ങൾക്കതുകൊണ്ട് ചിലപ്പം അങ്ങോട്ട് വരാത്തോണ്ട് ദൂരം അറിയുണ്ടാവില്ല. ഏതായാലും നിങ്ങൾ കഴിയുന്നവരൊക്കെ അവിടത്തേക്കുള്ള പരിപാടിയിൽ എത്തിച്ചേരാൻ ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതിൻ്റെ മുന്നോടിയായി ഈ വരുന്ന 23-ാം തീയതി മുതൽ 63 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയസ്സു കണക്കെ 63 ദിവസം 63 ഇവന്റുകൾ അതിൻ്റെ മുന്നോടിയായി വെക്കുന്നുണ്ട്. നിദായെ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ ഖാദിസിയയിൽ വെച്ച് തുടങ്ങി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പ്രദേശങ്ങളിലായി നടത്തുന്ന വിവിധങ്ങളായ പരിപാടികളുണ്ട്. ഈ വരുന്ന 28, 29 തീയതികളിൽ UAE-യിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജറ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ഡിജിറ്റൽ പ്രസന്റേഷനോടുകൂടിയുള്ള ഹിജറ എക്സ്പെഡിഷൻ ഉണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മലയാളത്തിലും ഇംഗ്ലീഷിലും 10 വാള്യം സീറ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഒരു വിജ്ഞാനകോശത്തിന്റെ പ്രകാശനമുണ്ട്. അങ്ങനെ നിരവധി പദ്ധതികൾ ഈ വരും ദിവസങ്ങളിലുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വളരെ വിനീതമായി അപേക്ഷിച്ച്, സമയം നീണ്ടുപോയോ എന്ന് എനിക്കറിയില്ല, ക്ഷമിക്കണം. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളുപ്പാപ്പ എല്ലാ മാസവും ഖാദിസിയിൽ സ്വലാത്തിന് നേതൃത്വം കൊടുക്കാൻ വരുമായിരുന്നു. അവിടുത്തെ വിയോഗത്തിന് ശേഷം അവിടുത്തെ പ്രിയപ്പെട്ട മകൻ എല്ലാ മാസവും അൽഹംദുലില്ലാഹ് ഖാദിസിയിലെ സ്വലാത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഖാദിസിയുടെ നേതൃത്വങ്ങളിൽ ഒരാളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും സിഹത്തും നൽകുമാറാകട്ടെ. ഖാദിസിയുടെ ശില്പിയും അതിൻ്റെ ആധികാരിക നേതൃത്വവുമായ ബഹുമാനപ്പെട്ട സിറാജുൽ ഉലമാ ഉസ്താദ് അവർകൾ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രായവും ക്ഷീണവും ഒക്കെ മറന്ന് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയോടുള്ള ആത്മീയ ബന്ധം കൊണ്ട് നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ലാഹു തആല ആഫിയത്തും സിഹത്തും നൽകുമാറാകട്ടെ. നമ്മുടെ മശായിഖന്മാർ ഉസ്താദുമാരുടെ മുഴുവനും ദീർഘായുസ് കൊണ്ട് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. സല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.